ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ വീഡിയോയിൽ തമ്മിൽ കണ്ടതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം റഹ്മാനിക്ക് തന്ന ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. റഹ്മാനിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെയും അതുപോലെ തന്നെ വിശാഖിൻ്റെയും അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളോടും വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് റഹ്മാനിക്ക്. അപ്പോൾ റഹ്മാനിക്ക് കല്യാണത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാലിടുന്ന സമയത്ത് റഹ്മാനിക്ക് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ താലികെട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചുവന്ന മാല അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ റഹ്മാനിക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. അറിയാലോ, അദ്ദേഹം ഇപ്പോൾ വഖഫ് റെയിൽവേ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള മന്ത്രിയാണ്, കായിക വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആ നേരത്ത് എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹം എത്താഞ്ഞത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എത്തി. നമ്മുടെ കല്യാണത്തിന് മുഹൂർത്തം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ജനറൽ ആയിട്ടുള്ള സമയമാണല്ലോ 10 മണി എന്ന് പറയുന്നത്. അങ്ങനെ 10 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് ഇത്. ന്യൂ ഡീൽസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ടൈറ്റാൻ്റെ ഈ ഒരു കപ്പിൾ വാച്ചാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞു മാല ഇടുന്ന സമയത്ത് വരണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ, ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. അപ്പോൾ റഹ്മാനിക്ക് അപ്പം നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും റഹ്മാനിക്ക് നാട്ടിലുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയം അങ്ങനെ എന്തോ ആണ്. അപ്പോഴും വിളിച്ചു, രാവിലെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും വലിയ അങ്ങനെയല്ല, എന്താ പറയുക, നമ്മളോട് നല്ല ആത്മബന്ധമുള്ളൊരു മനുഷ്യൻ. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ ചെന്നാലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെയുള്ള ഒരാളാണ് റഹ്മാനിക്ക. അപ്പം ബാക്കി എല്ലാവർക്കും ബഹുമാനപ്പെട്ട കായിക റെയിൽവേ വഖഫ് വകുപ്പ് മന്ത്രിയാണ്, മിനിസ്റ്റർ അല്ലെങ്കിൽ സാർ എന്നൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഒഫീഷ്യാലിറ്റി അല്ലെങ്കിൽ ഔപചാരികതയോടുകൂടി വിളിക്കേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആളായതുകൊണ്ടാണ് നമ്മൾ റഹ്മാനിക്ക എന്ന് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വിളിക്കുന്നതാണ്. അപ്പോൾ റഹ്മാനിക്ക ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് കാണിച്ചു തരുന്നതിനാണ് ഈ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനതിൻ്റെ കൂടെ എൻ്റെ കണ്ണിൽ എന്തോ ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്നിട്ട് പിറ്റേന്നായിരുന്നു കല്യാണം. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ മേക്കപ്പ് ഇട്ടതിന് ശേഷം പോയിട്ട് IV ട്രിപ്പൊക്കെ കയറ്റിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇടത്തെ കയ്യിൽ, അതായത് വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ വലത്തെ കയ്യിലായിരുന്നു കാനുല. അപ്പം തന്നെ വലത്തെ രാവിലത്തെ IV പോയതും ആൻറ്റിബയോട്ടിക് പോയതൊക്കെ ഞാൻ വേദന കടിച്ച് പിടിച്ച് സഹിച്ചിട്ടൊക്കെയാണ് മരുന്ന് അതിലൂടെ കയറിയത്. കാരണം അത് മാറ്റി കുത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കല്യാണമാകുമ്പോഴത്തേക്കും മൂന്നാമതും കുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് സഹിച്ചു. അങ്ങനെ വ്യാഴാഴ്ച ഡിസ്ചാർജ് ആകുമ്പോൾ വലത്തെ കയ്യിൽ നിന്ന് ഇടത്തെ കയ്യിലോട്ട് കാനുല മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലത്തെ കയ്യിൽ ഓൾറെഡി നീരുണ്ട്. ഇടത്തെ കയ്യിലാണെങ്കിൽ എനിക്കൊന്ന് വലത്തെ കൈ കുറച്ചും കൂടി ഒരു പൊടി നീളം എന്നാ പറഞ്ഞത്, പൊടി നീര് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടത്തെ കയ്യിലെ കാനുല കല്യാണത്തിന് അന്ന് രാവിലെ 9 മണിക്കാണ് ഊരുന്നത്. കല്യാണത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിടുന്ന സമയം 10 മണി, കല്യാണത്തിന് 9 മണിക്കാണ് എൻ്റെ കയ്യിലെ കാനുല ഊരുന്നത്. അത് മാത്രമല്ല, ആൻറ്റിബയോട്ടിക് പോയിട്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട് വീർത്തിട്ടുണ്ടായിരുന്നു. വളയൊക്കെ കയറ്റുമ്പോൾ ഇവിടെ മുറിയടക്കമായിരുന്നു. അത്രയും ബുദ്ധിമുട്ട്. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോകുമ്പോൾ ഞാൻ എന്താ പറയുക, കൈ കുപ്പി തൊഴുതാൽ പോലും ആ നന്ദി തീരില്ല. അത്രയും എന്നെ കെയർ ചെയ്തിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓക്കെ അല്ലേ, അലർജി ഇല്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, നെബുലൈസ് ചെയ്യണോ, അതുപോലെ തന്നെ പഫ് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് മേക്കപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ വാച്ചിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, നല്ല നീരായതുകൊണ്ട് തന്നെ എനിക്ക് വള പോലും കയറ്റാൻ വേണ്ടി കയറ്റി വളരെ മുറിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നീരുള്ളത് കൊണ്ട് തന്നെ ഇത് സ്ട്രാപ്പിൻ്റെ വാച്ചാണ്. അപ്പം അതുകൊണ്ട് എനിക്കിത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കൈ വണ്ണുണ്ടായിരുന്നു. എൻ്റെ മുഖം പിന്നെ നെബുലൈസ് ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു, തടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആ നെബുലൈസേഷനും ഇഞ്ചക്ഷനും നിർത്തിയപ്പോൾ, അതായത് റീസെൻ്റ്ലി ഉള്ള നെബുലൈസേഷൻ നിർത്തി, അതായത് 12 മണിക്കൂർ നമുക്ക് നെബുലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം 3 നേരമൊക്കെ ഉള്ളൂ. അത്രയും വലിയ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്.
ഞാൻ പറഞ്ഞു വന്നത് നെബുലൈസേഷൻ ചെയ്തു, അതുപോലെ തന്നെ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാച്ച് കെട്ടി തന്നത് എൻ്റെ കയ്യിൽ കെട്ടാൻ പറ്റില്ല. വിശാഖിൻ്റെ ആ ഫോട്ടോസിലൊക്കെ ഈ വാച്ച് ഉണ്ടായിരിക്കും. എൻ്റെ വാച്ച് ഞാൻ എടുത്തിട്ട് പോലുമില്ല, ഇപ്പോഴും അതേ അന്ന് വെച്ചതാണ്, ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പോൾ വാച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന കപ്പിൾ വാച്ച് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണേ ന്യൂ ബിഗിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വാച്ചിൻ്റെ ബോക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിനകത്ത് 2 കപ്പിൾ വാച്ച് ഉണ്ട്. ബ്ലാക്ക് സ്ട്രാപ്പ് ആട്ടോ, നല്ല ഗോൾഡൻ ഡയലിൽ ബ്ലാക്ക് സ്ട്രാപ്പ് വരുന്ന വാച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം, ഓരോന്നും എടുത്ത് കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ വാച്ച്. ഞാൻ കെട്ടിയിട്ടുള്ള ഷോർട്സൊക്കെ ഞാൻ വേറെ തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫോട്ടോസും ഉണ്ടാവില്ല, കെട്ടിയ ഫോട്ടോസും DSLR ഉണ്ടാവില്ല. കാരണം ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ വാച്ച് കെട്ടാനുള്ള ഒരു സാഹചര്യം അല്ലാഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് വാച്ച് കെട്ടാൻ പറ്റില്ല. ഇപ്പോഴും കയ്യിൽ നീരല്ല, എനിക്ക് ഒരുപാട് തവണ ഇഞ്ചക്ഷൻ അടിച്ചത് കൊണ്ട് തന്നെ കൈയിൻ്റെ ഈ സൈഡിലൊക്കെ ഭയങ്കര പെയിനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സ്ട്രാപ്പ് വാച്ച് കുറച്ച് കാലത്തിന് എന്തായാലും ഉപയോഗിക്കില്ല. എനിക്ക് പലയിടത്തും ചെയിൻ വാച്ച് കിട്ടുമ്പോൾ തന്നെ നല്ല പെയിൻ ഉണ്ട് ചിലയിടത്ത് കേട്ടോ. ഇതാണ് എൻ്റെ വാച്ച്. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല രസമുള്ള വാച്ചാണ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിലല്ല 10ാം ക്ലാസ് വരെ ഞാൻ സ്ട്രാപ്പ് വാച്ച് ഉപയോഗിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ ചങ്ങല വാച്ചിലേക്ക് തിരിഞ്ഞു എന്നുള്ളതല്ല, എനിക്ക് ചങ്ങല വാച്ചാണ് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ടാട്ടോ. പക്ഷെ എന്തോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിൽ തന്നൊരു വാച്ച് ആയതുകൊണ്ട് ഇതെന്നും എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നിടത്തോളം കാലം ഈ വാച്ച് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ദെൻ വിശാഖിൻ്റെ വാച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ വിശാഖിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതാട്ടോ. മടിയൊക്കെയാണ്, പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ വിളിച്ചാൽ വരും. അങ്ങനെ വലിയ ക്യാമറയിൽ മുന്നിൽ വന്നിട്ട് അതായത് റീൽസൊക്കെ എന്താ പറയുക അപ്ലോഡ് ചെയ്യും, അങ്ങനെയല്ല വേറെ എന്തെങ്കിലും സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ചെയ്യെങ്കിലും വീഡിയോയുടെ മുന്നിൽ അങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ഞാൻ കൈയും കാലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആള് മഞ്ഞപ്പിത്തായിട്ട് ഈ റൂമിലേക്കേ വരില്ല, അപ്പുറത്തെ റൂമിലാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു 4-5 ദിവസമായി മഞ്ഞപ്പിത്തം. ജോണ്ടീസ് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നിട്ട്, അപ്പോൾ 4-5 ദിവസം അവിടെയാണ്, ഐസൊലേഷൻ വാർഡിലാണ് പുള്ളി. എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം കൂടിയൊക്കെ എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഈ റൂമിലേക്കേ വരുന്നില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ റൂമായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വിശാഖിൻ്റെ വാച്ച്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല അടിപൊളി വാച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ വാച്ചിനേക്കാൾ വിശാഖിൻ്റെ വാച്ചാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ ആ ഡയലും അതുപോലെ തന്നെ അതിൻ്റെ ന്യൂമറിക് അതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട്. ഞാൻ കെട്ടുന്നൊന്നുമില്ല, എൻ്റെ കൈമ വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയില്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് വാച്ച്. ഞാൻ നല്ല ഇതും ഈ പറഞ്ഞതുപോലെ വിശാഖ് കുറച്ചും കൂടി ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എല്ലാത്തിനും വളരെ എന്താ പറയുക എൻ്റെ പോലെ അങ്ങനെ ശ്രദ്ധ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ഡാമേജ് ആക്കാതെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ കൊടുക്കാറില്ല. കാരണം ഇതൊരു ഗിഫ്റ്റ് അല്ലേ. അപ്പം നമ്മൾ ഗിഫ്റ്റ് ആകുമ്പോൾ തന്നെ ഏത് കാലത്ത് നമുക്കിത് എടുത്ത് നോക്കാമല്ലോ, കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ. അപ്പം ഇതാണ് വിശാഖിൻ്റെ വാച്ച് കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് റഹ്മാനൊക്കെ തന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ കല്യാണത്തിന് റഹ്മാനൊക്കെ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് റഹ്മാനക്ക് ഇത് കയ്യിൽ വെച്ച് തന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു വിശാഖിനുള്ള വാച്ച്. വിശാഖിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ എനിക്കുള്ള വാച്ചും കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് കെട്ടിച്ചു. അപ്പം റിംഗ് എക്സ്ചേഞ്ച് പോലെ വാച്ച് എക്സ്ചേഞ്ച് നടത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ തൊട്ടാ റഹ്മാൻക്ക് ഞങ്ങൾക്ക് വാച്ച് തരുന്ന വീഡിയോ. ആക്ച്വലി റഹ്മാൻക്ക് മാലിടുന്ന സമയത്ത് വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, മൂപ്പരുടെ ആഗ്രഹം. പക്ഷെ നടന്നില്ല. മിനിസ്റ്റർ അല്ലേ, അതിൻ്റെതായ തിരക്കുകളുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാച്ച് തന്നു. പുള്ളിയെന്നെ എടുത്ത് തന്നു കേട്ടോ. എനിക്ക് കെട്ടാനുള്ള വാച്ച് വിശാഖിൻ്റെ കയ്യിലും വിശാഖിന് കെട്ടാനുള്ള വാച്ച് എൻ്റെ കയ്യിലും തന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുത്തു. ഞാൻ വിശാഖിൻ്റെ കയ്യിൽ നന്നായിട്ട് കെട്ടിക്കൊടുത്തു. പക്ഷെ പാവം എൻ്റെ കയ്യിൽ കെട്ടാൻ കുറേ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ നീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ചിട്ടോ, കുറച്ച് നേരം സംസാരിച്ചു.
മൂപ്പർ പറഞ്ഞു നമ്മളോട് വരാൻ പറ്റിയില്ല, കുറച്ച് വേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത്, എൻ്റെ അച്ഛൻ, ബാവാക്ക, റഹ്മാൻക്ക, ശ്യാമേട്ടൻ, അസ്കറാക്ക, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു വാച്ച് എക്സ്ചേഞ്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വളരെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? എല്ലായിടത്തും റിംഗ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അതിന് പകരം വാച്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പം ഇതും ഈ പറഞ്ഞതുപോലെ കല്യാണത്തിന്റെ പല കാര്യങ്ങളും വളരെ വെറൈറ്റിയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതും വെറൈറ്റിയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.